നമസ്കാരം. അപ്പൊ ഒരു പുതിയൊരു ന്യൂസ്, ശരിക്കും പറഞ്ഞാൽ പുതിയൊരു നായകൻ വന്നിട്ടുണ്ട്. നായകൻ റീന എന്ന് പറയുന്ന സ്ത്രീജനത്തിന്റെ തലച്ചോറ് മറ്റാരോ ആണ് ഉപയോഗിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ട്രാക്ക് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന് ഒത്തിരി ആളുകൾ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരു വീഡിയോ വന്നായിരുന്നു. അപ്പൊ അതിനെതിരെ പ്രതികരിച്ചിട്ടൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ അതെ പുതിയൊരു നായകൻ വന്നിട്ടുണ്ട്. പുതിയൊരു നായകൻ ടൈറ്റസ് ബാബു കോശി. ഭയങ്കര സംഭവമാണ് ആള്. ഒന്നും പറയാനല്ല, വേറെ റേഞ്ചാണ് ആള് പറയണ. ആളുടെ തലച്ചോറിന്റെ അകത്തേ ആളുടെ തലച്ചോറിൽ ഒരു ചിപ്പ് പിടിപ്പിച്ചിട്ടുണ്ടെന്നല്ല, ആ ചിപ്പ് പിടിപ്പിച്ചാക്കണം അദ്ദേഹത്തിനെ ട്രാക്ക് ചെയ്യാനും പിന്നെ അതിനോടൊപ്പം തന്നെ അദ്ദേഹം എന്തൊക്കെ ചെയ്യണമെന്ന് തിരിച്ചറിയാനും അങ്ങനെയുള്ളൊരു സംഭവമാണ്. അതിപ്പോൾ ആള് പറയുന്നത് എന്നെ മറ്റുള്ളവർ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത്, അതായത് എന്നെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല, ഉറങ്ങുന്ന സമയത്ത് വെറുതെ ഓട്ടോമാറ്റിക്കലി ആയിട്ട് ഇങ്ങനെ ഹോൺ അടിക്കുന്ന ശബ്ദം, അതോടൊപ്പം തന്നെ വേറെ ശബ്ദങ്ങൾ, അങ്ങനെ അദ്ദേഹത്തിന് ഉറങ്ങാനേ സാധിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്തൊക്കെ മണ്ടത്തരമാണ് നമുക്കറിയാൻ പാടില്ല. ഇപ്പൊ ഈ റീന എന്ന് പറയുന്ന ചേച്ചി ഇങ്ങനെ വീഡിയോ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ വന്നിരിക്കുന്നതാണ്. ശരിക്കും ഇത് 3 പേരുടെ പേരാണ്, ടൈറ്റസ് ബാബു കോശി എന്നുള്ളത്. അല്ല, എനിക്കും തലക്കെന്തോ പോലെ തോന്നുന്നുണ്ട് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേ. അടുപ്പിച്ചടുപ്പിച്ച് ഇതുപോലെ ഒത്തിരി വീഡിയോസ് ഒക്കെ വന്നപ്പോൾ നമ്മളും ഒന്ന് ചെറുതായിട്ട് ആലോചിക്കും, ഇത് ശരിയാണോ, ഇത് പൊട്ടത്തരമാണ് ഈ പറയണത്. ശരിക്കും ഈ ടൈറ്റസ് ബാബു കോശി എന്ന് പറയുന്ന ആള് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ഡോക്ടേഴ്സിനെയും വെല്ലുവിളിച്ച പോലെ തോന്നുന്നു, വെല്ലുവിളിച്ച പോലെ. ഈ ഡോക്ടേഴ്സിന്റെ ഒക്കെ പോയി ഇത് അഭിമുഖം നടത്തുന്ന ആ ഒരു വ്യക്തി വെച്ച് ഈ ഡോക്ടേഴ്സിനെ കാണിച്ചില്ല എന്ന് വെച്ചാൽ പറയണത്. ഈ ഡോക്ടേഴ്സിനെ കാണിച്ചിട്ട് ഇന്ത്യയിലെ ഡോക്ടർമാർ പറയുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ ഡോക്ടേഴ്സ് പറയുന്നത് അതിനുള്ള സജ്ജീകരണങ്ങളൊന്നുമില്ല, ഈ ഒരു ചിപ്പ് കണ്ടുപിടിക്കാൻ, താഴ്ത്തി കണ്ടുപിടിക്കാനുള്ള ഒരു സജ്ജീകരണങ്ങൾ പോലും ഇല്ലെന്നാണ് പറഞ്ഞതെന്നാണ് ഇദ്ദേഹം പറയണത്. പക്ഷെ ഇദ്ദേഹത്തിനോട് ഈ പറയുന്ന അഭിമുഖം നടത്തുന്ന ആ ഒരു വ്യക്തി സംശയത്തിന്റെ പേരിൽ എന്തെങ്കിലും ചോദിച്ചാൽ കംപ്ലീറ്റ് ഇംഗ്ലീഷാണ്. അതായത് ഇദ്ദേഹം ഇവിടെ നിന്ന് വീട് വിട്ട് പോയി കഴിഞ്ഞാൽ, വേറെ എവിടെ പോയി കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നത് ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇദ്ദേഹത്തിനോട് ചോദിച്ചു എന്നെ കൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ സാധിക്കുമായിരിക്കും എന്ന് വെച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവം ഒരിക്കലും സാധിക്കില്ല എന്നാണ് ഈ പുള്ളി പറഞ്ഞത്. അത് റീന ചേച്ചി അങ്ങനെയല്ല പറഞ്ഞത്, നമുക്ക് മറ്റുള്ളവരുടെ ബ്രെയിൻ നിയന്ത്രിക്കാൻ സാധിക്കുന്നു. അപ്പൊ ഇദ്ദേഹത്തിനോട് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അയാൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, അത് ഞാൻ വിചാരിക്കണം, അത് എൻ്റെ തലച്ചോറ് എങ്ങനെയാണെന്ന് ഞാനാണ് വിചാരിക്കുന്നത്, മറ്റൊരാൾക്ക് അതിൽ പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല. അത് വളരെ ക്ലിയർ ആയിട്ട് ഉണ്ട്. എന്തായാലും അതിനൊരു സല്യൂട്ട് ആ ചേട്ടൻ. ഇദ്ദേഹത്തോട് ഓരോ സെക്കൻഡുകളും ഈ അഭിമുഖം നടത്തുന്ന ആ ഒരു ചേട്ടൻ ചോദിക്കും ശരിക്കും എന്താണ് അവരുടെ പ്ലാൻ. അപ്പൊ അയാൾ ഒറ്റയടിക്ക് ഒരു ഗ്യാങ് സ്ട്രോക്കിംഗ്, ശരിക്കും പറഞ്ഞാൽ പിന്തുടരുക, അതായത് ഒരു വ്യക്തിനെ ട്രാക്ക് ചെയ്ത് പിന്തുടരുന്ന കാര്യമാണ്. നിങ്ങളുടെ മലയാളത്തിൽ പറഞ്ഞാൽ ബാക്കിയുള്ള മലയാളം മാത്രം മനസ്സിലാക്കുന്ന കുറച്ച് ആൾക്കാർക്ക് ഇത് മനസ്സിലാവും. എന്തെങ്കിലും ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, തമിഴ് ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും ഇതേപോലത്തെ കുറെ നായികമാരൊക്കെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളതൊന്നും പേടിക്കരുത്. സമൂഹത്തിൽ ഈ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഇത് വരാൻ തുടങ്ങിയിട്ട് 2024 ഓപ്പൺ ആയതിനു ശേഷം എനിക്ക് തോന്നുന്നു കുറച്ച് ആളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ കുറെ അഭ്യൂഹങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. തീർച്ചയായിട്ടും ശരിക്കും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മീഡിയകളിലും വീഡിയോസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി വീഡിയോ ഇറങ്ങുന്നുണ്ട് ഇതുപോലെ തന്നെ. അപ്പൊ ഇതിനെ വ്യക്തമായുള്ള ധാരണ ആയിരിക്കില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകരുടെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ള മൈൻഡോട് കൂടിയാണ്, ആകെ സംശയത്തിന്റെ നിഴലിൽ മാത്രമാണ് ഈ ഒരു അഭ്യൂഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ആള് ഓൾറെഡി ആദ്യം തന്നെ പറയണത്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ മാത്രം കാര്യമാണെന്ന് എനിക്കറിയില്ല എന്നുള്ളത് ആളിന് പലതവണയായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ അഭിമുഖം നടത്തി അവസാനിക്കുന്ന നിമിഷം വരെ അദ്ദേഹം പറയുന്നത്, അഭിമുഖം നടത്തുന്ന ഒരു വ്യക്തി, മീഡിയയുടെ ആള് പറയുന്നത്, എനിക്കും ഇതൊരു വിശ്വസനീയമായിട്ട് തോന്നുന്നില്ല എന്നാണ് പറയുന്നത്. ഈ ടൈറ്റസ് ബാബു കോശി എന്ന് പറയുന്ന ആളോട് മുഖത്ത് നോക്കി വ്യക്തമാക്കിയിട്ടൊരു കാര്യം ആ അഭിമുഖം നടത്തുന്ന ആ ഒരു വ്യക്തി ചോദിക്കുമ്പോൾ ഇയാൾ കിടന്ന് എഴയാണ് അവിടെ കിടന്നത്. അതായത് ഇയാൾക്ക് വിക്കൽ വനി, പേടി വനി, അങ്ങനെയുള്ള മൈൻഡിലാണ്. അയാളെ വീഡിയോ നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപോയിക്കോട്ടെ. പക്ഷെ ഇയാൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഇംഗ്ലീഷ് പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് പറയും, മലയാളത്തിൽ ഉത്തരങ്ങൾ പറയുമ്പോൾ വളരെ പിടിച്ചാണ് പറയുന്നത്. അത് മാത്രമല്ല ഇതിന് തെളിവുകൾ, അതായത് സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഇദ്ദേഹത്തിന്റെ കൈവശമൊന്നുമില്ല. എനിക്ക് ഇദ്ദേഹത്തിനോട് ചോദിക്കണം തോന്നിയൊരു കാര്യമുണ്ട്, ഈ തലച്ചോറിനകത്ത് ചിപ്പ് വെക്കണ സമയത്ത് ചേട്ടൻ ചത്തെടുക്കയിരുന്ന അങ്ങനെയല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. ഇത് മണ്ടത്തോടാണ് അയാൾ പറഞ്ഞത്. അയാളറിയാതെ അയാളുടെ തലച്ചോറിനകത്ത് ചിപ്പ് ആര് പിടിപ്പിക്കണം. എന്നിട്ട് ഇപ്പൊ ഇയാള് പേടിപ്പിക്കണത് സെൻട്രൽ ഗവൺമെന്റിനെയും പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിനെയും വെല്ലുവിളിച്ചേക്കണം ഇപ്പൊ അദ്ദേഹം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഇത് കണ്ടുപിടിച്ചാണ്. കാരണം എന്റെ തലച്ചോറിൽ എന്തിനാണ് ഈ ചിപ്പ് പിടിപ്പിച്ചാണ്, ഇയാൾക്ക് ബോധമില്ല. എന്ത് മണ്ടത്തോണി ഇയാൾ പറയണത്. ഇയാളുടെ തലച്ചോറിലേക്ക് കൊണ്ട് ചിപ്പ് പിടിപ്പിക്കണമെന്ന് ഇയാളറിയൂലേ. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ തലച്ചോറിൽ ചിപ്പ് ഉണ്ടെന്നുകൊണ്ട് ഇദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഏതൊരു കൂട്ടുകാരൻ കണ്ടെന്ന് പറയുന്നുണ്ട്, കൂട്ടുകാരൻ നിർത്തിയുള്ള ഈ അഭിമുഖത്തിൽ. അപ്പൊ നമ്മൾ ഇത് മീഡിയ ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്കും തോന്നൂല ഒന്ന് പ്രതികരിക്കണം. അതുകൊണ്ട് പ്രതികരിക്കണം, അല്ലാതെ നമ്മുടെ ബാബുച്ചനോട് ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നും അല്ലട്ടോ. ബാബുച്ചേട്ട വേറെ ഒന്നും വിചാരിക്കണ്ട. അപ്പൊ ബാബുച്ചേന്റെ തലച്ചോറിനകത്ത് ചിപ്പ് പിടിപ്പിച്ചു എന്നാണ് ബാബുച്ചേട്ടൻ വ്യക്തമായിട്ട് പറയണത്. അപ്പൊ ഇത് കേട്ടിരിക്കണ അഭിമുഖം നടത്തുന്ന ആൾക്ക് ഒട്ടും തന്നെ വിശ്വാസമില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കണതിൽ 100ൽ ഒരു 88% ആൾക്കാർക്ക് ഒട്ടും തന്നെ വിശ്വസിക്കാൻ പറ്റില്ല ചേട്ടൻ്റെ തലച്ചോറിനകത്ത് ഈ പറയുന്ന ചിപ്പ് വെക്കണമെന്നുണ്ടെങ്കിൽ.
ഒട്ടിച്ചൊക്കെ പിടിപ്പിക്കുക എങ്ങനെയെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അത് ചേട്ടൻ്റെ അനുവാദമില്ല, അത് ചേട്ടൻ കാണാതെ ചേട്ടൻ അറിയാതെ എങ്ങനെ പിടിപ്പിക്കും അത് പറ. ഇതിന് വേണ്ടിയിട്ട് വലിയ പഠനങ്ങളൊന്നും നമ്മൾ നടത്തിയിട്ടില്ല. ഇത് ഒരു കാഴ്ചയിൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഈ ഒരു കാഴ്ചയിൽ അത് ഫുള്ള് വീഡിയോ നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ വന്ന് പറയുന്നത് അദ്ദേഹം ഇത് റിസർച്ച് ചെയ്യുന്ന ഒരാളെന്നാണ് പറയണത്. അദ്ദേഹം എന്താ അഗസ്ത്യാർകൂടത്തിൽ ഇദ്ദേഹത്തിനെ കൊണ്ടുപോയി നിർത്തിയെന്ന് അവിടെ നല്ല റേഞ്ച് ഉണ്ടായിരുന്നൊക്കെയാണ് ആൾ പറയണത്. അപ്പൊ എന്തായാലും എന്താണ് സംഭവം എന്നുള്ളത് ഞങ്ങൾക്കൊന്നും വ്യക്തമായിട്ടില്ല. ഇതിനുള്ള സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലത്തെ വീഡിയോസ് വരാൻ പാടുള്ളൂ. അല്ലാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിൽ ആഴ്ത്തുന്ന രീതിയിൽ ഇതേപോലെ എന്തെങ്കിലും ചിന്താഗതി മറ്റുള്ളവരിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവരും വിചാരിക്കും എന്റെ തലച്ചോറിനകത്ത് ചിപ്പായിരിക്കും എന്നുള്ള കാര്യം. അത് തെറ്റിദ്ധരിപ്പിക്കുന്നത് വളരെ വളച്ചൊടിക്കുന്ന രീതിയിൽ ഒരു വീഡിയോസും ചെയ്യാൻ നോക്കരുത്. ഇത് വളരെ കൃത്യമായിട്ട് എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം, അല്ലാതെ കുറെ റീച്ച് കൂട്ടാനും അതിന് കണ്ടന്റിന് വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു തമ്പനയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഇതേപോലത്തെ ഒരു വീഡിയോ ഇറക്കാൻ നോക്കരുത് ഒരു കാരണവശാലും. ഇനിയും ഇതുപോലെ ഒത്തിരി കോശിമാർ, ഒത്തിരി ബാബു, ഒത്തിരി റീന ചേച്ചിമാരൊക്കെ വരും. എന്റെ തലച്ചോറിൽ അതാണ്, എന്നെ നിയന്ത്രിക്കണം അപ്പുറത്തെ വീട്ടുകാരാണ് അല്ലെങ്കിൽ ഇപ്പുറത്തെ വീട്ടുകാരാണ്, അതിലെ വണ്ടി ഓടിച്ചോമ്പോൾ എന്റെ വണ്ടി തന്നെത്താനെ നിന്ന് പോണ്, അല്ലെങ്കിൽ എന്റെ തലയുടെ മുകളിൽ കൂടി മറ്റേ ചന്ദ്രൻ പറന്നു പോണ്, അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങൾ പറയും. അതൊന്നും വിശ്വസിക്കാനായിട്ട് ഈ നാട്ടിലുള്ള ആൾക്കാരൊന്നും പൊട്ടന്മാരൊന്നുമല്ല. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ വീഡിയോസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് എവിഡൻസ് ഇല്ലാതെ ഒരു വീഡിയോയും നിങ്ങൾ കാണാണ്ടിരിക്കണം നല്ലത്. വെറുതെ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഇതുപോലത്തെ വീഡിയോസ് തന്നെ അവോയ്ഡ് ചെയ്തോളാം. പിന്നെ ഈ വീഡിയോസിൽ നിലവിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് ഞാനൊരു ഇന്ത്യക്കാരനാണ്, അതായത് ഇന്ത്യൻ പൗരനാണ്. എനിക്കൊരു അപേക്ഷ പറയാനുണ്ട്. ഒരു വ്യക്തിക്ക്, നമ്മുടെ സമൂഹത്തിലുള്ള ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം എന്ന് ആദ്യം തന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിനോ അല്ല കുറ്റപ്പെടുത്തേണ്ടത്. അത് നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ള സോളിഡ് എവിഡൻസ് മുമ്പിൽ കൊണ്ടുവന്നിട്ട് അതെന്താണ് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും സെൻട്രൽ ഗവൺമെന്റ് ആയാലും കുറ്റപ്പെടുത്താൻ പോലും പാടില്ല. അത് സബ്മിറ്റ് ചെയ്യണം പോയി. അല്ലാതെ വെറുതെ ഇങ്ങനെയുള്ള സെൻട്രൽ ഗവൺമെന്റ് ആണ് കാരണം, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് കാരണം, അങ്ങനെ ഒരു സംഭവം വീഡിയോയിൽ ആഡ് ചെയ്യരുത്. ഇപ്പൊ ആ ഡോക്ടർ അദ്ദേഹത്തിന് കൊടുത്താക്കണ വിവരം ഇതൊരു മാനസിക രോഗത്തിന്റെ ആരംഭമാണെന്നാണ്. ഇതിപ്പോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകും. ഒരു കാരണവശാലും ഇങ്ങനെ ഒരു മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരോട് ചെന്നിട്ട് അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് പറഞ്ഞാൽ അവർ വെറുതെ പ്രതികരിക്കുള്ളൂ. കാരണം അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ അമൃത ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറുമായിട്ട് ഒരു അഭിമുഖം കണ്ടായിരുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം മുമ്പ് റീന ചേച്ചിനായാലും ബാബുശ്ശേനായാലും എടുത്തിരിക്കുന്ന ആ ഒരു വ്യക്തി തന്നെയാണ് ആ അഭിമുഖം കവർ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ അത് കണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ഡോക്ടർ പറയുന്നത് ഇതൊരു മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. ഇത് ഒരു കാരണവശാലും അവരോട് ഇങ്ങനൊരു സംഭവമാണെന്ന് പറഞ്ഞാൽ അവർ അതുപോലെ അംഗീകരിക്കില്ല. കാരണം ഇവർക്കിത് ദിനം പ്രതി ഇവർക്ക് ആ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ശരിക്കും ഇതൊരു ആ രോഗത്തിന്റെ ഒരു ആരംഭമാണെന്നാണ് ആ ഒരു ഡോക്ടർ പറയുന്നത്. തീർച്ചയായിട്ടും ഇത് ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പറയണം. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാരണവശാലും ഇതുപോലുള്ള വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ ചെറിയ കുട്ടികളോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ മറ്റുള്ളവരും ഇത് കണ്ടിട്ട് ഭയപ്പെടേണ്ട യാതൊരു കാര്യമില്ല. അപ്പൊ ഈ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും അടിസ്ഥാനപരമായ ഒരു വിവരവുമായിട്ടാണ് നമ്മുടെ അമൃത ഹോസ്പിറ്റലിലെ ബിന്ദു മേനോൻ എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഡോക്ടർ പറയണത് എന്തായാലും നിങ്ങൾ കേൾക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും തെറ്റിദ്ധാരണകൾ വരും. ഇന്നിപ്പോ കഴിഞ്ഞ ദിവസം ബാബുച്ചേട്ടൻ അതിന് മുമ്പ് റീന ചേച്ചി വന്നു, ഇനി നാളെ വേറെ ആരെങ്കിലും വരും. അപ്പൊ ഇതൊക്കെ നമുക്ക് വളരെ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ ഒരു ഡോക്ടറായിട്ടുള്ള ഒരു സംഭാഷണം ഇതിനകത്തേക്ക് ഇടുന്നത്. നിങ്ങൾ ഒന്ന് കേട്ടു നോക്കണം. ഇത് പറഞ്ഞു വരുന്ന ഒരുപാട് പേഷ്യൻസ് ഞങ്ങളുടെ അടുത്ത് വരാറുണ്ട്. ഇതൊരു കോമൺ സിംറ്റമാണ് മാനസിക രോഗത്തിൻ്റെ. അതായത് സ്കിസോഫ്രേനിയ, ഡെലൂഷണൽ ഡിസോർഡർ എന്ന് പറയുന്ന ചില മാനസിക രോഗങ്ങളുണ്ട്. ഗുരുതരമായ മാനസിക രോഗങ്ങളാണ്. അതിലെന്താ ഉണ്ടാവുക വെച്ചാൽ മെയിൻ സിംറ്റം ഒരു ഡെലൂഷൻ ആയിരിക്കും. ഡെലൂഷൻ എന്ന് പറയുന്ന ഒരു മിഥ്യാധാരണ എന്ന് മാത്രമല്ല, അത് എന്ത് പറഞ്ഞാലും അത് സത്യമാണ്, അതിനൊരു ലോജിക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്ത് പറഞ്ഞ് നമ്മൾ തർക്കിച്ചാലും ഇത് സത്യമാണ്, ഇത് തന്നെയാണ് സത്യം, ഇനി അതല്ല നമ്മൾ തർക്കിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളും ആ ശത്രുപക്ഷത്തിൽ പെടും. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ ചിപ്പ് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയുന്ന ആൾക്കാർ എത്രയോ ഉണ്ട്. അത് നമ്മുടെ ടെക്നോളജി കൂടുന്നതിനനുസരിച്ച് അതിലത്തെ ചില ഹാഫ് ബേക്ക്ഡ് നോളജ് ഇല്ലേ, നമുക്ക് കുറച്ച് ചെറിയ അറിവുകളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ പേഷ്യൻസ് അത് വെച്ചൊരു ഡെലൂഷൻ സൃഷ്ടിക്കും. ഇപ്പോൾ പണ്ടൊക്കെ വളരെ സിമ്പിളായിരുന്നു, ടെക്നോളജിക്ക് വരുന്നതിനൊക്കെ മുമ്പേ വളരെ സിമ്പിളായിരുന്നു. ആരോ എൻ്റെ ടെലിപ്പത്തിയിലൂടെ എൻ്റെ തോട്ട്സ് റീഡ് ചെയ്യുന്നുണ്ട്, എൻ്റെ മനസ്സിനെ വേറൊരു ശക്തി, അദൃശ്യമായ ശക്തി കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഒരു സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ കൂടി ടെക്നോളജിയുടെ ഇൻഫർമേഷനും ടെക്നോളജിയൊക്കെ കൂടിയപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ചിപ്പും അതൊക്കെ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യണം എല്ലാവരും. അപ്പോൾ ടെക്നോളജിയും അറിവും കൂടുന്നതിനനുസരിച്ച് ആൾക്കാർ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഈ ഡെലൂഷനെ ഒന്നും കൂടെ പുഷ്ടിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സോ ഡെലൂഷൻ്റെ ഒരു കളർഫുൾ ആവുന്നത് ഇതുകൊണ്ടാണ്. ബട്ട് ബേസിക് സിംറ്റം സെയിം ആണ്.